ഹലോ എവരി വൺ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ 2025 ജെഇ മെയിൻസിൻ്റെ മെറ്റീരിയൽസുമായാണ്. ദ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ പാലയുടെ മെറ്റീരിയൽസാണ്. അപ്പോൾ ഇത് ഒരാൾ കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയ ഒരു പ്രൈസിന് നൽകാമെന്ന് കരുതിയാണ്. വേണ്ടവർ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ മതിയാവും. ഇതിൽ ഏകദേശം 17 ബുക്സാണ് വരുന്നത്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ അത് 3 വരുന്നുണ്ട്. 3 എന്ന് പറയുമ്പോൾ ഫിസിക്സിനായാലും കെമിസ്ട്രിക്കായാലും മാത്തമാറ്റിക്സിനായാലും വരുന്നുണ്ട്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയലാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. കെമിസ്ട്രിയുടെ മെറ്റീരിയൽ ആണിത്. പിന്നെ നെക്സ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ മാത്തമാറ്റിക്സിൻ്റെ ആണ്. അതിലായാലും +1 ആൻഡ് +2 ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആണ്. ക്വസ്റ്റ്യൻസ് കാണും. ഫിസിക്സിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണിത്. ഈ 3 സ്റ്റഡി മെറ്റീരിയലാണ് സ്റ്റഡി മെറ്റീരിയലിൻ്റെ സെക്ഷനിൽ വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ 4 ലെക്ചർ നോട്ട്സ് വരുന്നുണ്ട്. കെമിസ്ട്രി +1 +2 ടോപ്പിക്സും അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ +1 +2 ടോപ്പിക്സിൻ്റെ ലെക്ചർ നോട്ട് വരുന്നുണ്ട്. വണ്ടിയിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ഇതിലാണ് മെയിനായിട്ട് തിയറി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇതൊക്കെയാണ് ലെക്ചർ നോട്ട് 4. പിന്നെ ഈ മെറ്റീരിയൽസ് ഒക്കെ എന്ന് വെച്ചാൽ കൊറിയർ ചാർജ് അത്യാവശ്യം ക്യാഷ് വരും. കാരണം ഇത് ടോട്ടൽ നോക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും. നമുക്കറിയാം കൊറിയർ ചാർജ് വരുന്നത് വെയിറ്റ് പേ ചെയ്തിട്ടാണ്. അപ്പോൾ അതനുസരിച്ച് ഒരു അഫോർഡബിൾ എമൗണ്ട് ഇതിന് പറയും. അതിൻ്റെ ഒപ്പം കൊറിയർ ചാർജ് വരുന്നതാണ്. നമ്മൾ പോസ്റ്റ് വഴി അയക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് DTDC ഉപയോഗിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ കണ്ടില്ല, വർക്ക് ബുക്ക് വരുന്നുണ്ട്. ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിനായിട്ട് വർക്ക് ബുക്ക് വരുന്നുണ്ട്. അതിലാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ്, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ചാപ്റ്ററിൽ നിന്നും വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കാരണം ഈ ബുക്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ല, ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓരോ ചാപ്റ്ററിനും പോസിബിലിറ്റി ഉള്ള മോഡൽ ക്വസ്റ്റ്യൻസും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ കീയും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ അപ്പോൾ ഫിസിക്സും അതുപോലെ തന്നെയാണ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സും അതുപോലെ തന്നെയാണ്. ആൻസർ കീയും അതിനകത്തുണ്ടെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ 3 ബ്രെയിൻ പോയിൻ്റർ വരുന്നുണ്ട്. ഈ ബ്രെയിൻ പോയിൻ്റർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് റിവിഷന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണിത്.
അപ്പോൾ റിവിഷൻ ടൈമിലൊക്കെ ഏറ്റവും ഷോർട്ടാക്കിയിട്ട് ഷോർട്ട് നോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതാണ് ഈ ബ്രെയിൻ പോയിൻറ്റർ എന്ന് പറയുന്നത്. അതും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് ഒരാൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് വേണ്ട മെറ്റീരിയൽസ് മാത്രമായിട്ട് കൊടുക്കാനും പറ്റുമോ, അങ്ങനെ പല ബുക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു സെറ്റേ ഉള്ളൂ. ഇത് അങ്ങനെ ഇപ്പോൾ ബ്രെയിൻ പോയിൻറ്റർ മാത്രം ചിലർക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും കൊടുക്കും. അപ്പോൾ മറ്റ് മെറ്റീരിയൽസ് ആ ഒരു രീതിക്കും കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ ഒന്നിച്ച് ഒരാൾക്ക് കൊടുക്കും. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിലും സെൽഫ് സ്റ്റഡി നടത്തുന്നവർക്ക് ആ മെറ്റീരിയൽസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ തന്നെ +1 +2 അവർക്കായാലും യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ കണ്ടില്ല, വളരെ ഷോർട്ടായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ടൈമൊക്കെ റിവിഷന് ബെസ്റ്റാണ് ഇപ്പോൾ ബ്രെയിൻ പോയിൻറ്റർ. പിന്നെ അതേപോലെ തന്നെ കീമിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ വരുന്നതാണ്. ടെൻ ഇയേഴ്സ്. പിന്നെ അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജെഇ മെയിൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് വരുന്നുണ്ട്. 2030 മുതൽ 23 വരെ, അതായത് ഇപ്പോൾ 23 വരെയുള്ള എല്ലാ ചാപ്റ്റർ വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ജെയുടെ 3 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആകെ ഞാൻ പറഞ്ഞു 17 ബുക്സാണ്. ഇപ്പോൾ ഏതൊക്കെയാണെന്ന് പറയാം. 4 ലെക്ചർ നോട്ട്സ് വരുന്നുണ്ട്, ഒരു കീമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക്, അതുപോലെ 3 ഈ കാണിച്ചിരിക്കുന്ന 3 ജെഇൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക്, പിന്നെ 3 വർക്ക് ബുക്ക്, 3 സ്റ്റഡി മെറ്റീരിയൽ, പിന്നെ ലാസ്റ്റ് ടൈം റിവിഷന് യൂസ്ഫുള്ളായ 3 ബ്രെയിൻ പോയിൻറ്റർ. അങ്ങനെ ടോട്ടൽ 17 ബുക്സാണ്. അപ്പോൾ ഈ 17 ബുക്സിന് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് പറയാം. അത് ഞാൻ ഗൂഗിൾ ഫോമിൽ കൊടുക്കാം. നിങ്ങൾക്ക് പറ്റുന്ന റേറ്റ് അതിൽ കൊടുക്കാം.